തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്തുടനീളം. ഇന്നും നാളെയുമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. VVIP-കളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF BJP സ്ഥാനാർത്ഥി പട്ടിക. യുവാക്കളും പരിചയസമ്പന്നരുമെല്ലാം പട്ടികയിൽ ഇടം പിടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും പ്രചാരണത്തിൽ സജീവം. നല്ല റെസ്പോൺസ് ഉണ്ട്. ജനങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഇത്തവണ മാറി ചിന്തിക്കുകയാണ്, മാറ്റം വരണം, ഈ ഭരണഘടനയിൽ നിന്ന് മാറണം എന്നാണ് അവരുടെയും ചിന്ത. അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്ന കോർപ്പറേഷൻ നിലപാടുകൾ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിനനുസരിച്ച് വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ LDF-ഉം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. വമ്പൻ പേരുകളില്ലെങ്കിലും പ്രാദേശിക നേതാക്കൾക്കാണ് LDF ഇത്തവണ പരിഗണന നൽകിയത്. നമുക്ക് വികസനമാണ് ആവശ്യം. സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയുള്ളൂ. ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം ആണ് എന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥികൾ കൂടി കളം നിറഞ്ഞതോടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി. ബാക്കിയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തിരക്ക് പിടിച്ച ചർച്ചയിലാണ് മൂന്ന് മുന്നണികളും. തർക്കങ്ങൾ പരിഹരിച്ച് ഇന്നും നാളെയുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. മീഡിയ 1 തിരുവനന്തപുരം.